തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, എത്രയും സ്നേഹമുള്ള യേശുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് അല്പസമയം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനും അല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു കഥ, വാശിക്കാരനായ ഒരു ആട്ടിൻകുട്ടിയുടെ കഥയുണ്ട്. ഈ ആട്ടിൻകുട്ടിയുടെ ഹോബി എന്ന് പറഞ്ഞാൽ, ഇടയൻ ആട്ടിൻപറ്റത്തെ മേയിച്ചു കൊണ്ടുപോകുമ്പോൾ ആട്ടിൻപറ്റത്തിൻ്റെ ഏറ്റവും പുറകിൽ നടക്കാനാണ് അവനിഷ്ടം. ഏറ്റവും പുറകിൽ നടന്ന് വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് പുഴയിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുമായി സല്ലപിച്ച് തോട്ടത്തിലുള്ള പൂമ്പാറ്റകളുമായി ഓടി നടന്ന് അവൻ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുകയാണ്. പലപ്പോഴും അവൻ്റെ ഈ ആഘോഷങ്ങൾ തൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും അകന്ന് തൻ്റെ ഇടയനിൽ നിന്നും അകന്നായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കിയത് വളരെ കഴിഞ്ഞ. അങ്ങനെ ഒരു ദിവസം ആട്ടിൻപറ്റവുമായിട്ടുള്ള യാത്ര ആരംഭിച്ചു. അവൻ പതിവ് പോലെ പുഴയിൽ പോയി മത്സ്യക്കുഞ്ഞുങ്ങളോട് സല്ലപിക്കുന്നു, പൂമ്പാറ്റകളോടൊപ്പം ഓടിക്കളിക്കുന്നു. അങ്ങനെ സമയം പോയത് അവൻ അറിഞ്ഞില്ല. നോക്കുമ്പോൾ ഇടയനും ആട്ടിൻപറ്റവും വളരെ അകലെ മറഞ്ഞിരുന്നു. തൻ്റെ ഇടയനും തൻ്റെ സഹോദരങ്ങളായ ആടുകളും എവിടെയാണെന്ന് കണ്ടെത്താനായി ഈ കുഞ്ഞാടിന് പറ്റുന്നില്ല. സങ്കടമായി, ഭയമായി, ഇരുട്ടാൻ തുടങ്ങി. ഇവൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കരഞ്ഞുകൊണ്ട് പേടിച്ചു വിറച്ച് ഇരിക്കുകയാണ്. കാരണം അവനറിയാം, ഒരു കുഞ്ഞാടായ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഏതൊരു വന്യമൃഗത്തിനും സാധിക്കും. രാത്രിയായപ്പോൾ ഇവൻ പേടിച്ച് വിറക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ണ് ഇറുക്കിയടച്ച് ഇവൻ മരത്തിൻ്റെ കീഴിലിരിക്കുകയാണ്. അപ്പോൾ ഒരു കാൽപ്പെരുമാറ്റം അവൻ കേൾക്കുന്നു. അവന് തീർച്ചയാണ് ഏതോ വന്യമൃഗം തൻ്റെ അടുക്കലേക്ക് വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല, ജീവൻ നഷ്ടമായത് തന്നെയാണ്. അവൻ അവിടെ തൻ്റെ ജീവൻ ഇപ്പോൾ പോകുമെന്ന് ഓർത്ത് ആ പേടിയിൽ ആയിരിക്കുമ്പോൾ ആ കാലൊച്ച വളരെ വളരെ അടുത്തടുത്ത് വന്നു. അവൻ തൻ്റെ മരണം ഉറപ്പിച്ച് കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ആരോ അവനെ സ്പർശിച്ചത് ഈ ആട്ടിൻകുഞ്ഞിന് മനസ്സിലാക്കുകയാണ്. അവന് പരിചയമുള്ള ഒരു സ്പർശനം. അതെ, അത് ഇടയനാണെന്ന് ഈ ആട്ടിൻകുഞ്ഞ് മനസ്സിലാക്കുക. ഈ ആട്ടിടയൻ രാത്രിയിൽ മറ്റ് ആടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിനെ തേടി വന്നിരിക്കുകയാണ്. കണ്ടുകിട്ടിയതിനെ മാറോട് ചേർത്തുകൊണ്ട് ആട്ടിൻപറ്റത്തിലേക്ക് ഈ ഇടയൻ നടന്നു നീങ്ങുകയാണ്. അപ്പോൾ ആട്ടിൻപറ്റം കാണുന്നത് നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ കുഞ്ഞാടിനെയും ചുമന്നുകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇടയൻ കടന്നു വരുമ്പോൾ ആട്ടിൻപറ്റവും സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ ഈ സന്തോഷമൊന്നും നെഞ്ചോട് ചേർന്നിരിക്കുന്ന കുഞ്ഞാടിൻ്റെ മുഖത്ത് അവർ കാണുന്നില്ല. പകരം കുഞ്ഞാടിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ആട്ടിൻപറ്റത്തിലുള്ള മറ്റാടുകൾ ചോദിക്കുന്നുണ്ട്,
ഒരു കുഞ്ഞാടിനെ സംബന്ധിച്ചിടത്തോളം ഇടയൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക ഏറ്റവും അസുലഭമായ ഒരു നിമിഷമാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനല്ലേ നീ? കാരണം നിന്റെ സ്ഥാനം ഇടയൻ്റെ നെഞ്ചിലല്ലേ. അപ്പോൾ ഈ കുഞ്ഞാട് വളരെ സങ്കടത്തോടെ പറയുന്നു, അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ. പക്ഷേ എൻ്റെ ഇടയൻ്റെ നെഞ്ചോട് ചേർന്ന് എൻ്റെ ചെവി വെച്ചപ്പോൾ എനിക്ക് വേണ്ടി അവൻ്റെ ഹൃദയം തുടിക്കുന്നത് എനിക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ്റെ മുഖത്തേക്ക് ഞാനൊന്ന് കണ്ണുയർത്തി നോക്കിയപ്പോൾ, എന്നെ കാണാതായപ്പോൾ അവനൊഴുക്കിയ കണ്ണുനീരിൻ്റെ ചാല് അവൻ്റെ കവിളിൽ ഞാൻ തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെ ഹൃദയത്തുടിപ്പും കണ്ണുനീരിൻ്റെ ചാലും കാണുമ്പോൾ ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഈ കുഞ്ഞാട് കരയുകയാണ്. യേശുവിൻ്റെ തിരുഹൃദയം എനിക്ക് വേണ്ടി തുടിക്കുന്ന സ്നേഹത്തിൻ്റെ ഹൃദയം. പ്രിയപ്പെട്ടവരെ, ചെറുപ്പം മുതൽ നാം പ്രാർത്ഥിക്കുന്ന ഒരു സുഹൃത ജപമുണ്ട്. വളരെ മനോഹരമായ ഒരു സുഹൃത ജപം. അത് യേശുവിൻ്റെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. എത്ര വർഷമായി, എത്ര നാളുകളായി നാം ഈ സുഹൃത ജപം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയം പോലെ ഒരു തിരുഹൃദയമായിട്ട് മാറുന്നില്ല? യേശുവിൻ്റെ ഹൃദയത്തിലും നമ്മുടെ ഹൃദയത്തിലും മുറിവുകളുണ്ട്. ഒരുപക്ഷെ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ചെറുപ്പം മുതൽ ഏറ്റ മുറിവുകൾ ഉണ്ടായിരിക്കും. ആന്തരികമായ മുറിവുകൾ, ഹൃദയത്തെ മുറിപ്പെടുത്തിയ ഒരുപാട് അനുഭവങ്ങളിലൂടെ എല്ലാ മക്കളും കടന്നുപോയിട്ടുണ്ടാകും. അതുപോലെ തന്നെ യേശുവിൻ്റെ ഹൃദയത്തിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യേശുവിൻ്റെ മുറിവുകളെ നാം സ്നേഹത്തോടെ വിളിക്കുന്നൊരു പേര് തിരുമുറിവെന്നാണ്. കാരണം അവന് അവൻ്റെ മുറിവുകളെ സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് പൊതിയാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് അവൻ്റെ മുറിവുകൾ തിരുമുറിവുകളായി ഈ ലോകം ഇന്ന് വണങ്ങുന്നു. ആ തിരുമുറിവുകൾ മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്ന മുറിവുകളായിട്ട് മാറിയിരിക്കുന്നു. ഇനി നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരാം. ചെറുപ്പം മുതൽ ഇന്നോളം എൻ്റെ ഹൃദയത്തിലേറ്റ ഒരുപാട് മുറിവുകൾ. ആ മുറിവുകൾ എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ പെരുമാറ്റത്തിലൂടെ, എൻ്റെ ത്യാഗപൂർണമായ പ്രവൃത്തികളിലൂടെ തിരുമുറിവുകളാക്കി മാറ്റാനായിട്ട് എനിക്ക് സാധിച്ചോ? അല്ലെങ്കിൽ തിരുമുറിവുകളായി മാറുന്നില്ലെങ്കിൽ ആ മുറിവിനെ നാം വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ഉണങ്ങാത്ത മുറിവിനെ നാം വിളിക്കുന്ന പേര് വ്രണമെന്നാണ്. ഈ വ്രണം എൻ്റെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലൊരു വ്രണം ഉള്ളിടത്തോളം കാലം ഈ വ്രണം എന്നെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഉണങ്ങാത്ത മുറിവായതുകൊണ്ട് എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ വേദന എന്തുമാത്രം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിലുണ്ടോ, ആ വേദന ഉള്ളിടത്തോളം കാലം എനിക്ക് എൻ്റെ സഹോദരനിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കില്ല. അവരെൻ്റെ വേദന കാണാൻ, അവരെന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. കാരണം എൻ്റെ മുറിവ് എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഉണങ്ങാത്ത മുറിവായതുകൊണ്ട് ഇതിന് അസഹ്യമായ ദുർഗന്ധവും ഉണ്ടാവും. അപ്പോൾ ദുർഗന്ധം എന്നിൽ നിന്ന് വമിക്കുന്നത് കൊണ്ട് മറ്റൊരുവന് എന്നിലേക്ക് വരാനും സാധിക്കുന്നില്ല. എനിക്ക് കടന്നു ചെല്ലാനോ മറ്റുള്ളവർക്ക് എന്നിലേക്ക് കടന്നു വരുവാനോ സാധിക്കാതെ ഒറ്റപ്പെട്ട തുരുത്തായി, വ്രണമുള്ള മക്കളായി നാം പലപ്പോഴും ജീവിച്ചു പോയിട്ടുണ്ട്. ഒരു ദിവസം സിസ്റ്റേഴ്സ് നടത്തുന്ന കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോകാനായിട്ടിടയായി. ഡീക്കനായിരുന്ന സമയത്താണ്. അവിടെ ചെന്നു. കുഷ്ഠരോഗികളെ കുറിച്ച് ആദ്യമൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട്. കുഷ്ഠരോഗികൾക്ക് വേദന ഉണ്ടാകില്ല, സെൻസേഷൻ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇൻചാർജായ സിസ്റ്റർ ഈ കുഷ്ഠരോഗികളെ മുറിവുകൾ വച്ച് കിട്ടുന്ന ഒരു ഡിസ്പെൻസറിയിലേക്ക് ഡീക്കന്മാരായി ഞങ്ങളെ കൊണ്ടുപോവുക. ഞങ്ങൾ 4 ഡീക്കന്മാരുണ്ട്. അപ്പോൾ ആദ്യം സിസ്റ്റർ പറഞ്ഞു, ഇത് കുഷ്ഠരോഗികൾ വച്ച് കെട്ടുന്ന ഡിസ്പെൻസറിയാണ്. ചിലപ്പോൾ അതിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉള്ളിൽ തീക്ഷ്ണതയാണ്. ഒരു കുഷ്ഠരോഗി ഇതുവരെ കണ്ടിട്ടില്ല, കുഷ്ഠരോഗി ഒന്ന് കാണണം. അങ്ങനെ മറ്റു ഡീക്കന്മാരെക്കാൾ മുൻപിൽ ഞാൻ ഈ ഡിസ്പെൻസറിയിലേക്ക് ഓടിക്കയറി. അതുപോലെ തന്നെ ആദ്യം തന്നെ ഓടി പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ. കാരണം അസഹ്യമായിരുന്നു അവിടുത്തെ ആ ദുർഗന്ധം എന്ന് പറയും. കാരണം വേദന അനുഭവിക്കുന്നില്ലെങ്കിൽ കൂടെ അവർ ആ
ഉണങ്ങാത്ത മുറിവായതുകൊണ്ട് അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുക. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് മുട്ടിന് താഴേക്ക് കാല് മുറിച്ചു കളഞ്ഞ ഒരു മനുഷ്യൻ്റെ കാല് ആ സിസ്റ്റർ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ, കുഷ്ഠരോഗിയായ മനുഷ്യൻ, വാവിട്ട് കരയുന്നുണ്ട്. മനസ്സിലാകാത്തൊരു ഭാഷയാണ്. അപ്പോൾ ഉള്ളിലുള്ള യുക്തിബോധം തലവോക്കാൻ തുടങ്ങി. കാരണം കുഷ്ഠരോഗികൾക്ക് വേദനയുണ്ടാവില്ല, പിന്നെന്തിനാ ഈ മനുഷ്യൻ കരയുന്നു? എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ഈ സിസ്റ്ററിനോട് ചോദിച്ചൊരു ചോദ്യം, ഇവർക്ക് വേദന ഉണ്ടാകില്ല, പിന്നെന്തിനാണ് ഇവർ കരയുന്നത്? ഇവരെന്ത് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്? അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു തന്നത്, അവർ കരയുന്നത് വേദന കൊണ്ടല്ല, ശരീരത്തിൻ്റെ വേദന കൊണ്ടല്ല, മനസ്സിൻ്റെ വേദന കൊണ്ട്. ആ മുറിവ് ഉണങ്ങാത്തത് കൊണ്ടാണ് അവർ കരയുന്നത്. മനസ്സിൽ പതിഞ്ഞ വേദനകൾ, മനസ്സിൽ പതിഞ്ഞ മുറിവുകൾ ഉണങ്ങാത്തത് കൊണ്ടാണ് അവർ കരയുന്നത്. അപ്പോൾ കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ ഉണങ്ങാത്തൊരു വ്രണത്തിൽ നിന്നും വരുന്ന ദുർഗന്ധം അസഹനീയമാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു വയ്ക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിന്നും അസഹ്യമായ ഗന്ധമുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് എന്നിലേക്ക് കടന്നു വരാനും, ഈ മുറിവ് ഉണങ്ങാത്തത് കൊണ്ട്, വേദനയുള്ളത് കൊണ്ട് എനിക്ക് മറ്റുള്ളവരേക്ക് കടന്നു ചെല്ലാനും സാധിക്കാത്തത്. എന്ന് ഞാൻ എൻ്റെ മുറിവുകളെ യേശുവിൻ്റെ മുറിവുകൾ പോലെ തിരുമുറിവുകളാക്കി മാറ്റുന്നുവോ, അന്ന് മാത്രമേ എന്നിലേക്ക് കടന്നു വരാനും മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാനും എനിക്ക് സാധിക്കുകയുള്ളൂ. അന്ന് മാത്രമേ എൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയം പോലെ തിരുഹൃദയമായിട്ട് മാറുകയുള്ളൂ. ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ്. 1967 ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുക. ദ ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി. എല്ലാവരും, പ്രത്യേകിച്ച് മീഡിയ, ഇതിനെ ആഘോഷമാക്കി ഏറ്റെടുത്തു. എല്ലാവരും ഈ ഡോക്ടറോട് ഇന്റർവ്യൂ നടത്താൻ തുടങ്ങി. എല്ലാ ചോദ്യങ്ങൾക്കും ഈ ഡോക്ടർ ഉത്തരം കൊടുത്തു. ഈ ഇന്റർവ്യൂ എല്ലാം കണ്ടതിന് ശേഷം ഡോക്ടറിന് ഒരിക്കൽ ഒരു കത്ത് കിട്ടുകയാണ്. ഒരു കൊച്ചു പെൺകുട്ടി എഴുതിയ കത്താണ്. അതിൽ ഡോക്ടറെ ഉത്തരം മുട്ടിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ കൊച്ചു പെൺകുട്ടിയുടെ ചോദ്യം ഇതാണ്: ഡോക്ടറെ, പ്ലാസ്റ്റിക് ഹൃദയത്തിൽ സ്നേഹമുണ്ടാകൂ? കാരണം ഈ ഡോക്ടർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് ഹൃദയവും സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് അത് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊച്ചു പെൺകുട്ടിയുടെ സംശയം ഇതാണ്: പ്ലാസ്റ്റിക് ഹൃദയത്തിൽ സ്നേഹമുണ്ടോ? ഡോക്ടറിന് ഉത്തരമുണ്ടായില്ല. കുറേ നാളത്തെ ആലോചനയ്ക്ക് ശേഷം ഈ ഡോക്ടർ ഈ കൊച്ചു പെൺകുട്ടിക്ക് തിരിച്ച് മറുപടി എഴുതുകയാണ്: ഈ പ്ലാസ്റ്റിക് ഹൃദയം ഞാൻ നിർമ്മിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരുന്നു, അതുകൊണ്ട് പ്ലാസ്റ്റിക് ഹൃദയത്തിലും സ്നേഹമുണ്ടായിരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മെനഞ്ഞെടുത്തപ്പോൾ അവൻ്റെ ഹൃദയം മുഴുവൻ എന്നെ പ്രതിയുള്ള സ്നേഹത്താൽ തുടിക്കുകയായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ട്. പക്ഷെ പലപ്പോഴും നാം പറയാറുള്ളത് പോലെ ഞാൻ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് മറന്നു പോകുന്നതുകൊണ്ട്. കെട്ടിക്കിടക്കുന്ന സ്നേഹം ദുഷിച്ച സ്നേഹമാണെന്നാണ് പറയുക. എത്ര മനോഹരമായ വസ്തുക്കളാണെങ്കിലും അത് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അത് ചീത്തയായി പോകും. അതുപോലെ എൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാത്തിടത്തോളം കാലം അത് അവിടെ കെട്ടിക്കിടന്ന് ദുഷിച്ച് ആ സ്നേഹവും ദുർഗന്ധമുള്ള സ്നേഹമാക്കി മാറും. അപ്പോഴാണ് സ്വാർത്ഥതയുള്ള സ്നേഹം ആയിട്ട് അത് മാറുന്നത്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹം പോലെ പ്രകടിപ്പിക്കുന്ന സ്നേഹമാക്കി മാറ്റാനായിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തെ ചാലൊഴുക്കി വിടാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരിലേക്ക്, ആവശ്യക്കാരിലേക്ക്, സഹോദരങ്ങളിലേക്ക്, സ്നേഹിതരിലേക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹം കൊടുക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് എൻ്റെ ഹൃദയത്തിലേറ്റ മുറിവുകളെ ഉണക്കുക എന്നുള്ളതാണ്. മുറിവുകളെ ഉണക്കാനായിട്ട് സഭ നൽകുന്ന അല്ലെങ്കിൽ ദൈവം നൽകുന്ന 2 വിശിഷ്ട ലേപനങ്ങളാണ് ദിവ്യവചനവും ദിവ്യകാരുണ്യവും. ഈ ദിവ്യകാരുണ്യം ഉൾക്കൊണ്ട് വചനത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഏറ്റ മുറിവുകൾ മുഴുവൻ ഉണക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ഹൃദയം തിരുഹൃദയമായി മാറും. എൻ്റെ മുറിവുകൾ വ്രണങ്ങളിൽ നിന്നും മാറി തിരുമുറിവുകളായിട്ട് മാറും. ഒരിക്കൽ ഒരു പട്ടണത്തിൽ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ എല്ലാവരെയും വെല്ലുവിളിക്കുക. വെല്ലുവിളി ഇതാണ്: ചെറുപ്പക്കാരൻ്റെ കയ്യിൽ അവൻ്റെ ഹൃദയമുണ്ട്.
അവൻ്റെ ഹൃദയം കയ്യിലെടുത്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ മാലോകരെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ്, എല്ലാവരും ഒന്ന് എൻ്റെ ഹൃദയം ഒന്ന് കാണുക. എത്രമാത്രം ഭംഗിയുള്ളൊരു ഹൃദയമാണ്. ഒരു മുറിവോ ചുളിവോ ചതവോ ഒന്നുമില്ല. പെർഫെക്റ്റ് ഹാർട്ട്, പൂർണ്ണമായ ഹൃദയം. ഈ ഹൃദയത്തിൻ്റെ അത്രയും ഭംഗിയുള്ള ഹൃദയം ഇവിടെ ആർക്കും ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ബെറ്റ് വയ്ക്കുന്നു. ഇതാണ് വെല്ലുവിളി. അപ്പോൾ എല്ലാവരും വന്ന് നോക്കാൻ തുടങ്ങി ഈ ചെറുപ്പക്കാരൻ്റെ ഹൃദയം. അതെ, അവൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വളരെ മനോഹരമായ ഹൃദയം. ഒരു മുറിവോ ഒരു ചുളിവോ ഒരു ചതവോ ഒന്നുമില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹൃദയം എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇവൻ്റെ ഹൃദയത്തിൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്താൻ തുടങ്ങി, ഇവനെ ആരാധിക്കാൻ തുടങ്ങി. എല്ലാവരും ഇവൻ്റെ ചുറ്റും കൂടി നിന്നുകൊണ്ട് കണ്ണിമ വെട്ടാതെ ഈ ഹൃദയത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക. ആ സമയം പുറകിൽ നിന്ന് വളരെ പരുത്ത ഒരു ശബ്ദം പുറത്തേക്ക് വരികയാണ്. I have a heart beautiful than his heart. എല്ലാവരുടെയും ശ്രദ്ധ ഈ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ നിന്നും മാറി. ആ ശബ്ദം കേട്ടെടുത്തേക്ക് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ അവൻ്റെ ഹൃദയം കയ്യിൽ പിടിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ മുന്നിലേക്ക് നടന്നു വരികയാണ്. എല്ലാവരും ഒറ്റ പ്രാവശ്യം നോക്കിയുള്ള അവൻ്റെ ഹൃദയത്തിലേക്ക്, വൃദ്ധൻ്റെ ഹൃദയത്തിലേക്ക്. കാരണം ഭംഗിയില്ലാത്തൊരു ഹൃദയമായിരുന്നു. നിറയെ മുറിവുകൾ, നിറയെ ചുളിവുകൾ, മുഴുവൻ ചതഞ്ഞ പാടുകൾ, പല സ്ഥലത്തും കഷ്ണങ്ങൾ അടർന്നു പോയിട്ട് അവിടെയുള്ള വിടവുകൾ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഹൗ കുഡ് യു സേ ദിസ്? നിനക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും ഈ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തേക്കാൾ ഭംഗിയുള്ളത് നിന്റെ ഹൃദയമാണെന്ന് നിനക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? അപ്പോൾ ഈ ഹൃദയം കയ്യിലെടുത്തുകൊണ്ട് ഈ വൃദ്ധനായ മനുഷ്യൻ പറയുക, എൻ്റെ ഹൃദയത്തിലെ ഈ മുറിവുകളുണ്ടല്ലോ, എൻ്റെ ഹൃദയത്തിലെ ഈ വിടവുകളുണ്ടല്ലോ, മറ്റുള്ളവർ എന്നെ സ്നേഹിച്ചപ്പോൾ, മറ്റുള്ളവരെ ഞാൻ സ്നേഹിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പങ്ക് പറിച്ചെടുത്ത് ഞാൻ അവർക്ക് കൊടുത്തു. പക്ഷെ കൊടുത്തതൊന്നും എനിക്ക് തിരികെ കിട്ടിയില്ല. കൊടുത്തതൊന്നും പൂർണ്ണമായി എനിക്ക് തിരികെ കിട്ടിയില്ല. കിട്ടിയതൊക്കെയും കുറച്ചായിരുന്നു, തുച്ഛമായിരുന്നു. ആ തുച്ഛമായ സ്നേഹം തിരികെ വെച്ചപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട്, ആ വിടവ് പൂർണ്ണമായിട്ട് നികത്താനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ അടയാളങ്ങളാണ് ഈ വിടവുകൾ, ഈ ചതവുകൾ, ഈ മുറിവുകൾ. ജനം ഒന്നടങ്കം പറഞ്ഞു, ഈ വൃദ്ധൻ്റെ ഹൃദയമാണ് ഭംഗിയുള്ള ഹൃദയം. കാരണം അത് സ്നേഹിക്കുന്ന ഹൃദയമാണ്. സ്നേഹമുള്ളവരെ, സ്നേഹിക്കുന്ന ഹൃദയം ഭംഗിയുള്ള ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയം മാറണമെങ്കിൽ യേശുവിൻ്റെ ഹൃദയം പോലെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ, സ്നേഹിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും കൊടുക്കുവാൻ, വെറുക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും കൊടുക്കുവാൻ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരിലേക്കും കടന്നു ചെല്ലാൻ, മുറിവുകളൊക്കെ വച്ചുകെട്ടുന്ന ദിവ്യകാരുണ്യവും ദിവ്യവചനവും സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തെ തിരുഹൃദയമാക്കി മാറ്റാൻ, അതിലുള്ള മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, വീണ്ടും ഈ തിരുമുറിവുകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കാനായിട്ട്, എപ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന മക്കളാണ് നമ്മൾ, എല്ലാ ദിവസവും വചനം കേൾക്കുന്ന മക്കളാണ് നമ്മൾ. പക്ഷെ ഈ വചനം കേട്ടിട്ടും ദിവ്യകാരുണ്യം ഉൾക്കൊണ്ടിട്ടും എന്തുകൊണ്ട് മുറിവുകൾ ഉണങ്ങുന്നില്ല? അതിനുത്തരം മറ്റൊന്നുമല്ല, ഈ ഉൾക്കൊണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ, വായിച്ച് ധ്യാനിച്ച വചനമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനായിട്ട് നാം മറന്നുപോയതുകൊണ്ട്. സെക്കോയ എന്നൊരു മരമുണ്ട്. കാലിഫോർണിയയിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് എന്നാണ് പറയപ്പെടുക. അപ്പോൾ ഈ സെക്കോയ മരത്തിൻ്റെ പ്രത്യേകത എന്നാൽ ഇതിൻ്റെ തടി വളരെ ശക്തമായ തടിയാണ് ഇതിൻ്റേത്. അപ്പോൾ ഈ മരത്തിൻ്റെ ഈ തടി തുരന്നുകൊണ്ട് അതിലൂടെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുക. അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ തുരന്ന് റോഡ് ഉണ്ടാക്കിയാൽ പോലും ഇത് മരം വീണു പോയില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മരമാണ്. ഈ മരത്തെ പോലെ തന്നെ അതിശക്തമാണ് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ വിത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ചില വിത്തുകളൊക്കെ മുളയ്ക്കണമെങ്കിൽ കുറേ നാൾ മണ്ണിൽ കുഴിച്ചിടണം. ചിലതാണെങ്കിൽ മഞ്ഞിൻ്റെ സാന്നിധ്യം വേണം, ചിലതാണെങ്കിൽ ജലത്തിൻ്റെ സാന്നിധ്യം വേണം. പക്ഷേ ഈ സെക്കോയ വൃക്ഷത്തിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ മണ്ണിൽ വീണാലോ വെള്ളത്തിൽ വീണാലോ മഞ്ഞിൽ വീണാലോ പൊട്ടിമുളയ്ക്കില്ല. പക്ഷേ ഈ സെക്കോയ വൃക്ഷത്തിൻ്റെ വിത്ത് പൊട്ടിമുളക്കണമെങ്കിൽ കാട്ടുതീ പടരണമെന്നാണ് പറയുക. കാട്ടുതീ വരുമ്പോൾ സെക്കോയ വൃക്ഷത്തിൻ്റെ കട്ടിയുള്ള ഈ പുറന്തോട് ഭേദിക്കപ്പെടും.
ഈ ഭേദിക്കപ്പെട്ട പുറന്തോടുമായി മണ്ണിലേക്ക് ആഴുമ്പോഴാണ് കുറെ നാൾ കഴിയുമ്പോൾ സെക്കോയ വൃക്ഷത്തിന്റെ വിത്ത് പൊട്ടി മുള പുറപ്പെടുക. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനൊക്കെ സംഭവിച്ചത് തന്നെയാണ്. ഒരുപാട് പ്രാവശ്യം വചനം കേട്ടപ്പോഴും കട്ടിയുള്ള ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയം മാറിയിട്ടുണ്ട്. ഈ വചനത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാനായിട്ട് ഹൃദയത്തിന്റെ പുറന്തോടൊന്ന് പൊട്ടിച്ചു വയ്ക്കാൻ, ഹൃദയത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് ആ വചനത്തിന്റെ ആത്മീയതയെ, വചനത്തിന്റെ സൗഖ്യത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാനായിട്ട് നാം മറന്നുപോയി. അല്ലെങ്കിൽ ആ ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യകാരുണ്യമായിട്ട് മാറാൻ നമ്മൾ മറന്നുപോയി. അതുകൊണ്ടാണ് എൻ്റെ മുറിവുകൾ ഇത്രയും നാൾ ഉണങ്ങാതിരുന്ന് അത് വ്രണങ്ങളായി ഇന്നും അവശേഷിപ്പിച്ച് എന്നെ വേദനിപ്പിക്കുന്നു, മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തുന്നു. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സെക്കോയ വൃക്ഷത്തിന്റെ ഉദാഹരണത്തിൽ നിന്നും പഠിക്കണം. അതുകൊണ്ട് ഈ നമ്മുടെയൊക്കെ ഹൃദയത്തെ ഭേദിക്കുന്ന അഗ്നിയായി, കാട്ടുതീയായി വചനം നമ്മളിൽ പടരണം. യേശുവിൻ്റെ ഹൃദയത്തിലുണ്ടായ സ്നേഹത്തിന്റെ അഗ്നി നമ്മിൽ കത്തിപ്പടരണം. അപ്പോൾ ഈ ഹൃദയം ഭേദിക്കപ്പെടും. ഹൃദയം ഭേദിക്കപ്പെടുമ്പോൾ, അതിൽ ഈ വചനത്താൽ ഹൃദയം നിറയുമ്പോൾ, ദിവ്യകാരുണ്യത്താൽ ഹൃദയം ലേപനം ചെയ്യപ്പെടുമ്പോൾ, യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള മുറിവുകൾ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടും. അപ്പോൾ നമ്മുടെ ഹൃദയം തിരുഹൃദയമായിട്ടും നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളായിട്ടും മാറും. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി യേശുവിൻ്റെ തിരുഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം.